ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വരുന്ന വഴിയിൽ വേറെ ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ തന്നെയാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കുമ്പോഴത്തേനും കുരങ്ങുകളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരു കുരങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു കുഞ്ഞിനെ വയറ്റത്ത് ചേർത്ത് പിടിച്ച് പോകുന്നു. ആ ലൈൻ കമ്പിയെ കൂടെ പോയിട്ട് താഴെ മരത്തിലോട്ട് എടുത്ത് ചാടിയിരിക്കുന്നതാണ് കണ്ടത്. കുരങ്ങന്മാരൊന്നും നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല, പേടിയൊന്നും ഇല്ല. തൊട്ടടുത്തു കൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ ആ ഒരു ബിൽഡിങ്, തൊട്ടടുത്തൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിലൊക്കെ ചാടി ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു. ആൾക്കാരൊക്കെ കുരങ്ങൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയും വ്യൂസ് കാണുകയൊക്കെ ചെയ്യുന്നു. കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പല പല ടൂറിസ്റ്റുകൾ, ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളും അവിടെയാണ് നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേന് തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സിൽവർ ഓക്കും മലകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നിന്നും കുറച്ച് വ്യൂസൊക്കെ കണ്ട ശേഷം എല്ലാവരും ഫുഡ് കഴിഞ്ഞ് വന്നു. വണ്ടിയിൽ പിന്നെ ഞങ്ങൾ അടുത്ത പ്ലേസ് ആയിട്ടുള്ള ഡോൾഫിൻ നോസിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, സ്ലീപ്പ് ലേഡി വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഡോൾഫിൻ നോസിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ഇറങ്ങി. ആ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് കയറാൻ നമുക്ക് അവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു. അത് മുകളിൽ ഒരു കുട പോലുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. താഴോട്ട് നോക്കുമ്പോൾ ഡോൾഫിൻ്റെ സ്പേസിൽ നമുക്ക് ആ ഒരു മല തോന്നും. അങ്ങനെയാണ് അവിടുത്തെ ഒരു വ്യൂ. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു പോപ്കോൺ വാങ്ങിച്ചു, ഫുള്ളായിട്ടുള്ളത്. അതിനൊരു 50 രൂപയായിരുന്നു. അതും വാങ്ങിച്ച് കഴിച്ചു. ചുറ്റും ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നിറച്ചും കടകളൊക്കെ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റി, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഊട്ടി പോയിട്ട് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നിരുന്നു. ആ മോഡൽ ചോക്ലേറ്റ് ഞാൻ അവിടെ എല്ലാം നോക്കി, പക്ഷേ എനിക്കത് മേടിക്കാനായിട്ട് കിട്ടിയില്ല. അതിനെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ബോട്ടിലുള്ള 1 ലിറ്റർ ബോട്ടിൽ വെള്ളമൊന്നും നമുക്ക് കിട്ടത്തില്ല, ഹാഫ് ലിറ്ററിൻ്റെയും കിട്ടത്തില്ല. 5 ലിറ്റേഴ്സ് തൊട്ട് മുകളോട്ടാണ്. ഈ ബോട്ടിൽസൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കളയുന്നതിന് പിന്നിൽ തമിഴ്നാട് സർക്കാർ അത് ബാൻ ചെയ്തിരിക്കുകയെന്ന് അറിഞ്ഞു. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും ആ സിൽവർ ഓക്കിൽ നിറച്ചും കുഞ്ഞു മൈനക്കിളികളൊക്കെ ഇഷ്ടം പോലെ കണ്ടു. അതൊക്കെ കണ്ടു. അതിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള കല്ലുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ലിലിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അതൊക്കെ ആസ്വദിച്ചു. നല്ലതായിരുന്നു കാറ്റും. അങ്ങനെ യാത്ര പിന്നെയും തുടങ്ങി.